സൗത്ത് ഈസ്റ്റിലെ ഒരു കിണർ വന്നാൽ ആ കിണർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ആ കിണർ ഉപയോഗിക്കാതിരുന്നാൽ അങ്ങനെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ അനുവദിക്കരുത്. കിണറിനെ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, അങ്ങനെ കോമ്പൗണ്ട് വാൾ കിട്ടുമ്പോൾ ഒരു കാരണവശാലും ആ കോമ്പൗണ്ട് വാൾ ഒരു സൗത്ത് ഈസ്റ്റ് കട്ട് കോമ്പൗണ്ട് വാളായിട്ട് വരരുത്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിണറിൻ്റെ റോങ് സ്ഥാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട റോങ് സ്ഥാനം എന്ന് പറയുന്നതാണ് അഗ്നികോണിൽ കിണർ വരിക എന്നുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് സെക്ടറിൽ ഒരു കിണർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില പ്ലോട്ടൊക്കെ വാങ്ങുമ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ ചിലപ്പോൾ ഒരു കിണർ വരുന്നൊരവസ്ഥ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പരിഹരിക്കാൻ ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷൻ വരുന്ന അവസ്ഥ. കിണർ വേണം, കിണർ ഉപയോഗിക്കുകയും വേണം, പക്ഷേ കിണറിനെ അങ്ങനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, സൗത്ത് ഈസ്റ്റിലെ ഒരു കിണർ വന്നാൽ ആ കിണർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ആ കിണർ ഉപയോഗിക്കാതിരുന്നാൽ അങ്ങനെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ അനുവദിക്കരുത്. കിണറിനെ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റിലെ കിണർ മൂടണം എന്ന് തന്നെയാണ്. അത് കല്ല് വെച്ച് തന്നെ മൂടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സൗത്ത് ഈസ്റ്റിലെ കിണർ മൂടും എന്നുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. പക്ഷേ ചിലപ്പോൾ ഒരുപാട് ആഴമുണ്ടാവുന്നൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് മൂടാൻ പറ്റാത്തൊരു ഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു RCC സ്ലാബ് വാർത്ത് കിണറിൻ്റെ മുകളിലിട്ട് കിണറിനെ അടയ്ക്കുകയും, അങ്ങനെ ജസ്റ്റ് അടച്ചാൽ മാത്രം പോരാ, അതിൻ്റെ മുകളിൽ നമ്മളൊരു പിരമിഡ്, വുഡൻ പിരമിഡ് വിത്ത് എ കോപ്പർ പ്രസൻസ്, കോപ്പറിൻ്റെ പ്രസൻസ് ഉള്ളൊരു വുഡൻ പിരമിഡ്. റെമഡിയൽ വാസ്തുവാണിത്. ഒരുപാട് സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പ്രപ്പോസ് ചെയ്യുന്നതാണ് ഇതിനകത്ത്. ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് പലർക്കും ഗുണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. RC സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു വുഡൻ പിരമിഡിൽ കുറച്ച് കോപ്പറിൻ്റെ പ്രസൻസ് ഉള്ള ഒരു വുഡൻ പിരമിഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് വയ്ക്കണം, ഒരു പെർമനൻറ്റ് നേച്ചറിൽ കൊടുത്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു ദോഷം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇനിയുള്ളത് കിണറും വീടും തമ്മിലുള്ള സെപ്പറേഷൻ ഒരു കോമ്പൗണ്ട് വാളിലൂടെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ കോമ്പൗണ്ട് വാൾ കിട്ടുമ്പോൾ ഒരു കാരണവശാലും ആ കോമ്പൗണ്ട് വാൾ ഒരു സൗത്ത് ഈസ്റ്റ് കട്ട് കോമ്പൗണ്ട് വാളായിട്ട് വരരുത്. അവിടെ കറക്റ്റ് റൈറ്റ് ആംഗിളായിട്ട് തന്നെ ക്ലോസ് ചെയ്യും. കിണർ പുറത്തു പോകുന്ന രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്താലും ഒരു പരിധിവരെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കിണർ ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ ഒരു ഉപായം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കിണറിൽ നിന്ന് നേരെ ഒരു നോർത്ത് ഈസ്റ്റിലൊരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് കെട്ടിയിട്ട് അതിലേക്ക് വെള്ളം കൊണ്ടുവന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് എടുക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ കിണറിനെ ഇങ്ങനെ മണ്ഡലം തിരിച്ച് പുറത്ത് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ വേണം ചെയ്യാനായിട്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കുന്ന ഒരവസ്ഥ വരരുത്. അതും ശ്രദ്ധിക്കണം. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ മരങ്ങൾ നടുന്നത്. അപ്പം ഈ മാവ് പോലുള്ള വൃക്ഷങ്ങൾ നടുന്നത് ഒരു സൊല്യൂഷനായിട്ട് നിർദ്ദേശിക്കാൻ പറ്റുന്ന കാര്യമാണ് വാസ്തുവിൽ. അത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ സൗത്ത് ഈസ്റ്റിലെ കിണർ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സൊല്യൂഷൻ. പിന്നെ ഈ മണ്ഡലം തിരിച്ച് പുറത്താക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നോർത്ത് ഈസ്റ്റിലൊരു വാട്ടർ ടാങ്ക് കൊടുത്ത് ആ വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ദോഷങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സൗത്ത് ഈസ്റ്റിലെ കിണറെന്ന് പറയുന്ന ഒരു നല്ല ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഈസ്റ്റിലെ കിണറിന് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് അഡ്രസ്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.